ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് അഗെയിൻ നിങ്ങളുടെ എനർജി മാത്രം എടുക്കാം, നിങ്ങളുടെ എനർജി ആൻഡ് ഗൈഡൻസ്. ഓക്കെ, നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങളുടെ എങ്ങനെയായിരിക്കും, നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റുക ഇന്നത്തെ ദിവസം, ആൻഡ് അതിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസും. ഓക്കെ, നിങ്ങളുടെ എനർജി അപ്പ് ആൻഡ് ഡൗണോ കൺഫ്യൂഷൻസോ നമുക്ക് നോക്കാം. യൂണിവേഴ്സ് നിങ്ങൾക്കുള്ള അഡ്വൈസ് ഇന്ന് എന്താ തരുന്നത്, ഇന്നത്തെ ദിവസം ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ഗൈഡൻസ്. 8 of Wands ഉണ്ട്, ഇവിടെ Ace of Wands, King of Swords, Page of Wands, 7 of Swords and 10 of Pentacles, 8 of Cups. സെവൻ ഓഫ് സോർട്സ് എന്താണെന്ന് ഓക്കെ, ഇവിടെ ഒരു മെസ്സേജ് വരുന്ന ഒരു കാര്യമാണ് ആദ്യം തന്നെ. ഓക്കെ, ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു മൂവിങ് എന്ന് പറയാം, ഒരു മാറ്റം, ഒരു സ്ഥലം മാറ്റം, യാത്ര, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. ഒരു മെസ്സേജ് വരുന്ന കാര്യമായിരിക്കാം. ആ മെസ്സേജ് വരുമ്പോൾ ഓക്കെ, നിങ്ങളുടെ ലൈഫ് തന്നെ ഒരു പുതിയ തുടക്കം പോലെ നിങ്ങൾ ഫീൽ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളൊരു യാത്ര പോവുകയാണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പുതിയ ചേഞ്ചാണ്, ഒരു വലിയൊരു മാറ്റമാണ് നിങ്ങളുടെ ലൈഫിലേക്ക്. ആ യാത്ര നിങ്ങളെ ചിലപ്പോൾ ജസ്റ്റ് വെറുതെ ഒരു ട്രിപ്പ് പോകുന്നതാണെങ്കിൽ കൂടെ ഓക്കെ, അതിൽ നിന്ന് പോലും നിങ്ങൾക്കൊരു പുതിയ എനർജി ഫീൽ ചെയ്യും. ഓക്കെ, നിങ്ങളൊരു ജീവിതത്തിനെ തന്നെ മാറ്റുന്ന, ജീവിതം എന്ന് അത്ര വലിയ കാര്യങ്ങൾ പറയണ്ടല്ലേ. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ ചില ചേഞ്ചസ് വരുത്തുന്ന തരത്തിൽ, ഓക്കെ, നിങ്ങളുടെ മനസ്സിലൊരു ഉണർവ് വരുത്തുന്ന തരത്തിൽ ഓക്കെ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ആ യാത്രയിൽ മേ ബി നിങ്ങൾ ആരെങ്കിലും കണ്ടുമുട്ടുന്നതാവാം, ആരോടെങ്കിലും സംസാരിക്കുന്നതാവാം, ജസ്റ്റ് ആ യാത്ര എന്നുള്ള എക്സ്പീരിയൻസ് ആയിരിക്കാം. ഓക്കെ, അങ്ങനെയാവാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മെസ്സേജസ്, ഓക്കെ, എന്തോ ഒരു മെസ്സേജ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന വരുന്ന പോലെയുണ്ട്. ആ മെസ്സേജ് നിങ്ങളെ ശരിക്കും ഒരു ഫ്രഷ് ആക്കി ഫീൽ ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ തുടക്കം പോലെ ഓക്കെ, ആ ഒരു തുടക്കം, പക്ഷെ അത് വളരെ നല്ലൊരു പോസിറ്റീവായിട്ടൊരു കാര്യമാണ്, നിങ്ങളുടെ ഒരു ഗ്രോത്ത് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അതിനുള്ള ഒരു കാര്യമായിരിക്കും. അതായത് നിങ്ങളുടെ ലൈഫിൽ തന്നെ എന്തെങ്കിലും നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള മെസ്സേജസ് ആയിരിക്കാം, നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കാം, എന്തെങ്കിലും അപ്രൂവലോ കാര്യങ്ങളോ യാത്രയോ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ എന്തെങ്കിലും വരുന്നത്. പക്ഷെ അത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളിപ്പോൾ യാത്ര പ്ലാനൊന്നും ഇല്ലെങ്കിൽ വിട്ടേക്കുക. ജസ്റ്റ് നമ്മൾ പറയുന്ന പോലെ മെസ്സേജസിൻ്റെ കാര്യമായിരിക്കാം, എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം എവിടെന്നെങ്കിലും, അതിൻ്റെ ആയിരിക്കും. ഒരു ഫാസ്റ്റ് മൂവിങ് എനർജിയാണ് ഇന്നത്തെ. ഓക്കെ, ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കുറേ ഇൻഫർമേഷൻ ചിലപ്പോൾ കിട്ടും നിങ്ങൾക്ക്, അങ്ങനെയും പറയും. ഈ ഒരു 8 of Wands പറയുമ്പോൾ ഇതൊക്കെ കാർഡ് കാണുമ്പോൾ നമ്മുടെ റെപ്രസെൻറ്റേഷൻ അങ്ങനെയാണ്, വളരെ ഫാസ്റ്റായിട്ടാണ് വരുന്നത്. ആക്ച്വലി കാർഡ് ക്ലിയർ ആവണമെന്ന് അറിയില്ല, വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന സാധനങ്ങളാണ്. സോ അതിങ്ങനെ പറന്നു വരുന്ന പോലെ. ഓക്കെ, സോ കുറേ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടത് ചൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയും പറയാം. നിങ്ങൾക്ക് വേണ്ടത് ചൂസ് ചെയ്യാം, അതിനെ നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടത് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നത് നിങ്ങൾ എടുക്കുക ആ മെസ്സേജസിന്. ഓക്കെ, കുറേ മെസ്സേജ് വരുന്നതാണെങ്കിൽ, അല്ല നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു മെസ്സേജ് വരുന്നതാണെങ്കിലും ശരി, അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നിങ്ങളെ മുന്നോട്ട് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ ലൈഫിനെ ചില മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ബട്ട് അതിൻ്റെ ഒപ്പം കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിലത് കട്ട് ഓഫും ചെയ്യും നിങ്ങളുടെ ലൈഫിൽ നിന്ന്. ഓക്കെ, നിങ്ങൾ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങൾ വേണ്ട എന്നും വെക്കും. അത് നിങ്ങളുടെ ശീലങ്ങളാവാം, നിങ്ങളുടെ ഹാബിറ്റ്സ് ആവാം, നിങ്ങളുടെ ജസ്റ്റ് എന്തെങ്കിലും ചിന്തകളെ ആയിരിക്കാം. ഓക്കെ, എന്തിനും ആവാം. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങളുള്ളതിനെ നിങ്ങളൊന്ന് മാറ്റുന്ന പോലെയുണ്ട്. ചില കാര്യങ്ങൾ ഒരു വലിയ ചേഞ്ചും കാണുന്നുണ്ട് അതിൻ്റെ ഒപ്പം. ഈ ഒരു ഗ്രോത്ത് ഇവിടെ ഉണ്ട്, അതിൻ്റെ ഒപ്പം പക്ഷെ ചിലത് നഷ്ടപ്പെടുകയും ചെയ്യും നിങ്ങൾക്ക്. ഓക്കെ, ആ നഷ്ടപ്പെടൽ പക്ഷെ നിങ്ങൾക്ക് നല്ലതിനാണ്, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ പറയില്ലേ, ഒരു പുതിയ റുട്ടീൻ നമ്മൾ തുടങ്ങി, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം.
അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പഴയതൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും അല്ലേ. നമ്മൾ പണ്ട് സ്പെൻഡ് ചെയ്തിരുന്ന ചിലപ്പോൾ ഫ്രീ ടൈം നമ്മളുടെ ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലുമൊക്കെ ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ച് ഫ്രീ ആയിട്ടിരുന്ന സമയങ്ങൾ അത് മാറിപ്പോകും. ബിക്കോസ് നിങ്ങൾ വേറെ ചിലത് ചെയ്യാൻ തുടങ്ങുകയാണ്, നിങ്ങൾ ബിസി ആവാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ബിസി ആകുമ്പോൾ ലൈഫിൽ നിന്ന് പല കാര്യങ്ങളും ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, അത് ഒരു മാറ്റം എന്ന രീതിക്ക് എടുത്താൽ മതി. ടവർ ഇവിടെ എനിക്ക് വളരെ ഒരുപാട് നെഗറ്റീവായിട്ടല്ല ഫീൽ ചെയ്യുന്നത്. ചിലത് പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരികയാണ് എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ ചേഞ്ചസ് ഉണ്ടാവും. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിനെ ഒരു മാറ്റിയെടുക്കുന്ന തരത്തിലാണ് എനിക്ക് കാണുന്നത്. ചിലത് നിങ്ങൾ കട്ട് ഓഫ് ചെയ്യും, ചിലത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ ഓക്കെ ഇനി എനിക്കിത് വേണ്ട എന്ന രീതിക്ക് നിങ്ങളത് മാറ്റി വയ്ക്കും. ഞാൻ പറഞ്ഞ പോലെ ചില ശീലങ്ങളായിരിക്കാം. ഓക്കെ, സിമ്പിൾ കാര്യം പറയുകയാണെങ്കിൽ ചില ശീലങ്ങൾ മാറ്റിയെടുക്കും നിങ്ങളുടെ ലൈഫിനെ തന്നെ ചേഞ്ച് ചെയ്യാൻ. ചില നല്ലതല്ലാതെ നമുക്കറിയുന്ന കാര്യങ്ങൾ ഓക്കെ അതിനെയൊക്കെ ചിലപ്പോൾ മാറ്റുന്നതായിരിക്കാം. ചില പേഴ്സൺസ് ആയിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഹാബിറ്റ്സ് ആയിരിക്കാം. ഓക്കെ, അങ്ങനെ ഒരു മാറ്റമാണ് കാണുന്നത്. ബട്ട് അതെല്ലാം നിങ്ങൾക്കൊരു സന്തോഷം കൊണ്ടുവരികയും ചെയ്യും. ഓക്കെ, നിങ്ങൾക്കെല്ലാം ഈ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊരു സന്തോഷം കൊണ്ടുവരും. നിങ്ങളുടെ ഫാമിലിക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ മേ ബി മണി ഏർണിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടാവാം. നിങ്ങൾക്ക് ഫാമിലിക്ക് സ്റ്റെബിലിറ്റി കൊടുക്കാൻ സാധിക്കും എന്ന് പറയാം. അഗെയിൻ ഇവിടെ വിട്ടുപോകുന്ന കാര്യമുണ്ട്. ഞാനതാ പറഞ്ഞ ചിലവർക്ക് ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കേണ്ടി വരും. പക്ഷെ അത് നല്ല ഇനാണ്. ഓക്കെ, ഒരിക്കലും അതിനെ റോങ് ആയിട്ട് എടുക്കണ്ട. നഷ്ടത്തിനെ കൊടുത്ത് നിങ്ങൾ വിഷമിക്കുകയും വേണ്ട. ആ മാറ്റം നിങ്ങൾക്ക് വരാനുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ടൈം മാറി വരികയാണ് എന്നാണ് അർത്ഥം. പക്ഷെ ടൈം മാറി വരുന്നതിന് ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങൾ ചിലത് കട്ട് ഓഫ് ചെയ്യും എന്ന് കാണുന്നുണ്ട്. സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് തീരുമാനിക്കുകയാണ് ദാറ്റ് ഓക്കെ എൻ്റെ ലൈഫിനെ എനിക്കൊന്ന് ചേഞ്ച് ചെയ്തെടുക്കണം എന്ന രീതിക്ക് നിങ്ങൾ പുതിയത് ചിലത് തുടങ്ങുമ്പോൾ പഴയത് ചിലത് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഇന്നത്തെ എനർജി ആ ഒരു ഡിസിഷൻ്റെ എനർജിയാണ് മെയിനായിട്ട്. ഞാൻ ഒരു ന്യൂ സ്റ്റാർട്ട് നിങ്ങളുടെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ ന്യൂ റൊട്ടീൻ. ഓക്കെ, ന്യൂ റൊട്ടീൻ ആവാം, ന്യൂ ജോബ് ആവാം, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ഞാൻ ലൈഫിന് ഓക്കെ ജനുവരി വരാൻ പോവുകയാണ്. ഓക്കെ, കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ചില കാര്യങ്ങൾ മാറ്റിയെടുക്കണം എന്നുള്ള ചിന്തകളായിരിക്കാം. ഓക്കെ, അതിന് വേണ്ട ഇൻഫർമേഷൻ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരു ഗ്രോത്ത് വരുന്ന കാര്യമാണ്. സോ ഒരിക്കലും നിങ്ങൾ മടിച്ചു നിൽക്കണ്ട, മുന്നോട്ട് പോവാം. ഓക്കെ, അങ്ങനെ നല്ല ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് നിങ്ങൾ വളരാൻ തുടങ്ങാം. ഓക്കെ, സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കാം. നിങ്ങൾ സ്ട്രോങ് ആയി ചില തീരുമാനങ്ങൾ എടുക്കുന്ന പോലെയാണ്. ഓക്കെ, സോ ഇതിപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എനിക്കിത് എന്തായാലും ഒരു രസം. ഇപ്പം എൻ്റെ ക്ലാസ്സിൽ ചേർന്നവരാണെന്ന് വിചാരിക്കും. ഓക്കെ, ഇപ്പോൾ കോഴ്സിൽ ചേർന്ന എൻ്റെ കോഴ്സ് ആവണമെന്നില്ല, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു സെൽഫ് ഡെവലപ്മെൻറ്റ് ഒരു ക്ലാസ് ചേർന്നുമ്പോൾ ഞാൻ ആക്ച്വലി ഇന്ന് അവർക്ക് കൊടുത്ത കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരത്തെ എഴുന്നേക്കാം. ഓക്കെ, ആൻഡ് നേരത്തെ എഴുന്നേറ്റ് കുറച്ച് പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മൾ ബ്രീതിങ് എക്സസൈസ് അങ്ങനത്തെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ അവർ ചില മാറ്റങ്ങൾ വരുത്തണം ലൈഫിൽ അല്ലേ. അപ്പം അങ്ങനത്തെ തരത്തിലും ആവാം എന്ന് ഞാൻ പറഞ്ഞു തന്നു മാത്രം. എനിക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞു തന്നു മാത്രം. ഓക്കെ, ചിലപ്പോൾ അതായത് അങ്ങനെ അപ്പം എന്താണ് നമ്മൾ ഉറക്കം ഉപേക്ഷിക്കുന്നു അല്ലേ, ഉറക്കം ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് റെസ്റ്റ് എടുക്കാനുള്ള സമയം. ഇപ്പം ഞാൻ ക്ലാസ്സിൽ ചേർന്ന ആൾക്കാർക്ക് പുതിയ ആക്ടിവിറ്റീസ് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അവർക്ക് ആക്ടിവിറ്റീസ് ചെയ്യണം. അപ്പോൾ അവർ വേറെ ചില കാര്യങ്ങൾ അവർ സൈഡാക്കേണ്ടി വരും. സോ ആ രീതിക്കുള്ള ചെറിയ കാര്യങ്ങളും ആവാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വലുതുമാവാം ചെറുതുമാവാം. നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ്. സോ ഗുഡ്. ഓക്കെ, ക്രിയേറ്റീവായ കാര്യങ്ങൾ. യെസ്, അത് പറയാൻ മറന്നു ഞാൻ. ക്രിയേറ്റീവായ കാര്യങ്ങൾ. ഓക്കെ, റിലാക്സേഷൻ. ഓക്കെ, നോക്കാം മെസ്സേജസ്. എൻലൈറ്റൻമെന്റ്, ഫുൾഫിൽമെന്റ്, പേഷ്യൻസ്, ഓപ്പർച്യൂണിറ്റി, ഫ്ലോ ആൻഡ് സക്സസ്. ഓക്കെ, ഇവിടെ പവർ ഉണ്ട്. ഇത് കിങ് ഓഫ് നമ്മുടെ സോഴ്സിൻ്റെ ഒരു എനർജി പോലെ പറയാം. പവർ നിങ്ങളുടെ ഒരു ശക്തി, നിങ്ങളൊരു സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുക എന്ന രീതിയിൽ. ഓക്കെ, അങ്ങനെ ചില ആക്ഷൻസ് നിങ്ങൾ എടുക്കാനുള്ള സാധ്യതയാണ്. ആൻഡ് ഇവിടെ റിലാക്സേഷൻ എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ യാത്ര, ഞാൻ പറഞ്ഞില്ലേ ആ ട്രിപ്പ്, നിങ്ങൾ ഇപ്പം എന്തെങ്കിലും ഒരു ട്രിപ്പ് പോവുക, യാത്ര പോവുക, അത് നിങ്ങൾ റിലാക്സ് ആക്കാനുള്ളൊരു ട്രിപ്പായിരിക്കും. ആ യാത്ര പോകുമ്പോഴും റിലാക്സ് ആയി കഴിയുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ ഐഡിയാസ് തോന്നും. ഓക്കെ, കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉണർവ് കിട്ടും എന്നും പറയാം അല്ലേ. ആൻഡ് എൻലൈറ്റൻമെന്റ് ഉണ്ട്. ആക്ച്വലി ഇത് രണ്ടും കൂടി കണ്ടുമ്പോൾ ഇതും ഒരു യാത്രയുടെ ഒരു ഇതുപോലെ ഉണ്ട് കേട്ടോ. ബോട്ടാണ് ഇവിടെ, ബോട്ട് പോവാണ്, യാത്രയാണ്. സോ വീണ്ടും ഒരേ കാര്യം, റിലാക്സേഷൻ ഞാൻ പറഞ്ഞ ആ കാര്യമായിട്ടൊരു മാച്ച് വരുന്നുണ്ട്. ആ യാത്ര ഐ തിങ്ക് നിങ്ങൾക്ക് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി തരും തോന്നുന്നുണ്ട്. മേ ബി റിലാക്സ് ആകുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മൈൻഡിൽ ക്ലാരിറ്റി വരുന്നതായിരിക്കാം, അങ്ങനെയും പറയാം. അല്ലെങ്കിൽ ചിലപ്പോൾ ആ യാത്രയിൽ നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കും, പഠിക്കും. എനിക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണും, കേൾക്കും, അതെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന രീതിക്ക് പറയാം. ഫുൾഫിൽമെന്റ് കാണുന്നുണ്ട് ആൻഡ് സക്സസ് ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ എല്ലാ ഫുൾഫിൽമെന്റ് സക്സസ് ഒക്കെ വരും. നിങ്ങൾക്ക് സന്തോഷം ഫീൽ ചെയ്യും. എനിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും.
സക്സസ് നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ പേഷ്യൻസ്, ഓക്കെ, ക്ഷമയോടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, പെട്ടെന്നെല്ലാം ആവും എന്ന് പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയം ഉണ്ടാവും. സോ നമ്മൾ ചെയ്യേണ്ട എന്താണ്, നമ്മൾ നമ്മുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ എഫേർട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓപ്പർച്യൂണിറ്റി, യെസ്, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, ഒരു ഓപ്പർച്യൂണിറ്റി വരുന്ന പോലെ ഒരു മെസ്സേജ് വരും നിങ്ങൾക്ക്. അതൊരു നിങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുക, എന്തെങ്കിലും കാര്യത്തിൻ്റെ ഒരു ഇൻഫർമേഷൻ, ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ വരും. അത് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ ക്രിയേറ്റീവായിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുത്ത് വായന മാത്രമല്ല, ഓക്കെ, ഏതൊരു കാര്യവും ചെയ്യാനുള്ള ഒരു ഐഡിയ എന്ന രീതിക്ക് നിങ്ങൾ എടുക്കാം. ഓക്കെ, അത് വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഐഡിയ യൂസ് ചെയ്ത് വളരെ എന്താ പറയുക, തന്ത്രം അത്ര അങ്ങനെയല്ല, ബട്ട് എന്നാലും ആലോചിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് ഒരു സ്ട്രാറ്റജി വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ അത് ഒരു ക്രിയേറ്റീവ് വഴിയാണ് അല്ലേ, ആ രീതിക്ക്. ആൻഡ് ഇവിടെ ഫ്ലോ എന്ന് പറയുന്നത്, നിങ്ങളോട് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ടുപോകുന്ന വഴിക്ക് നിങ്ങൾ അങ്ങനെ ഒരു സറണ്ടർ ചെയ്ത് പോവാം. എന്ത് തന്നെ സംഭവിക്കുമ്പോഴും ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടപ്പെടും എന്ന് പറഞ്ഞു അല്ലേ, അത് ലെറ്റ് ഗോ ചെയ്യാം. ആ ലെറ്റ് ഗോ ചെയ്തിട്ട് ഓക്കെ, പോയത് മാറുന്നത് മാറും, പോകുന്നത് പോവും. ഓക്കെ, പുതിയത് പക്ഷെ അതിൻ്റെ ഒപ്പം വരും ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ എല്ലാം നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം. ഞാനിവിടെ സക്സസ് യെസ് ഞാൻ പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു സക്സസ് വരും, അതിനുള്ള ഓപ്പർച്യൂണിറ്റി എന്തെങ്കിലും നിങ്ങളുടെ മുമ്പിൽ വരും ചെയ്യും. ഓക്കെ, ഇന്നത്തെ ദിവസത്തെ എനർജി അതാണ്. ഓക്കെ, യാത്ര മേ ബി നിങ്ങൾ ഇന്നത്തെ എനർജി ആവണം എന്നില്ല, അല്ലെങ്കിൽ മേ ബി ഈ വരുന്ന കുറച്ച് ദിവസത്തിൽ നിങ്ങൾ ചിലപ്പോൾ യാത്ര വല്ലതും പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ഐ തിങ്ക് ഒരു നല്ലൊരു കാര്യമായിരിക്കും തോന്നുന്നുണ്ട്. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.